ആറാട്ടെണ്ണം വിളിച്ച കഥ പറഞ്ഞില്ല. ആറാട്ടെണ്ണം വിളിച്ചിട്ട് എന്നോട് കുറെ ഫിസിക്സിന്റെ കുറച്ച് ഡൗട്ട്, ഫുൾ സംശയമാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ആറാട്ടെണ്ണനെ ഇതിനെ അതായത് എനിക്ക് പരിചയമില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാരും കാണുന്ന പോലെ തന്നെ എന്തോ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പുള്ളിക്ക് അത്ര വലിയ വിവരവും ബോധമൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് പുള്ളി ഇടയ്ക്ക് ചില പോസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ BJP-നേക്കാളും ബെറ്റർ AJP ആണെന്നൊക്കെ എഴുതിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഇതേപോലെ രാത്രിയെ വിളിച്ച 12 മണിക്ക് 11:45 ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. 12 മണിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ മെസ്സഞ്ചറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറെ ഇങ്ങനെ ഫിസിക്സിന്റെ കുറെ ഡൗട്ട്, ഇങ്ങനെ കുറെ ഡൗട്ട് ചോദിച്ചു. വാലിഡ് ആയിട്ടുള്ള ഡൗട്ട്, എന്തുകൊണ്ടാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്, അങ്ങനെ ഭയങ്കര മാന്യമായിട്ടുള്ള സംസാരം. അല്ല, ഫിസിക്സ് അല്ല, ഇങ്ങനെ സംസാരിച്ചപ്പോഴേ ഫിസിക്സും ചോദിച്ചു, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ബയോളജി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളും ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജഡ്ജ് ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ ഞാൻ അതിനെല്ലാം ഉത്തരം കൊടുത്തു. പക്ഷെ നല്ല നീറ്റ് ആയിട്ടുള്ള സംസാരം, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. എന്നിട്ട് എന്നോട് 12:15 ഒക്കെ ആയപ്പോ എന്നോട് ചോദിച്ചു, എന്താ ഉറങ്ങാൻ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവുക. അപ്പൊ പറഞ്ഞു എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഓക്കെ എന്നാ ശരി. ഭയങ്കര മാന്യമായിട്ട് എനിക്ക് ഭയങ്കര പിന്നെ എല്ലാവരും അശ്വതോഗിനോട് കമ്പനി ഉണ്ടോ, ചെക്കുത്താനോട് കമ്പനി ഉണ്ടോ, എല്ലാവരും പറ്റി എന്നോട് ചോദിച്ചു. പക്ഷെ ഭയങ്കര മാന്യത. നിഷ്കളങ്കനാണോ? നിഷ്കളങ്കനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ എന്താ അറിയോ, പുള്ളിക്ക് കുറെ ഡൗട്ടുകളുണ്ട്. അതൊക്കെ പുള്ളി ഇങ്ങനെ സോൾവ് ചെയ്യണം. അതായത് അതിനൊക്കെ റീസൺ അറിയാനാണ് എന്നെ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്.